നമസ്കാരം. വരുന്ന 5 വർഷത്തിനിടയിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. എഴുതി വെച്ചോളൂ, ഇത് വെറുതെ പറയുന്നതല്ല. 2026-ലും 29-ലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. 29-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ കാരണം അപ്പോഴേക്കും വൺ ഇന്ത്യ വൺ ഇലക്ഷൻ നടപ്പിലാക്കും BJP സർക്കാർ. 2029-ലെ പൊതു തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്തേണ്ടി വരും. ഈ രണ്ട് തെരഞ്ഞെടുപ്പിലൂടെ കേരളം അടിമുടി മാറും. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണ് എന്ന് വയ്ക്കുക. ആ സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനേ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ഛിന്നഭിന്നമാകും. 2024-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ BJP വീണ്ടും അധികാരത്തിൽ വരികയും അവരുടെ ഭൂരിപക്ഷത്തിൽ കാര്യമായ കുറവ് സംഭവിക്കാതിരിക്കുകയും ചെയ്താൽ തന്നെ കേരളത്തിൽ ചില അനുരണനങ്ങൾ ആരംഭിക്കും. 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും തോറ്റാൽ കോൺഗ്രസ് ഇവിടെ ഛിന്നഭിന്നമാകും. കോൺഗ്രസിലെ ഒരു വിഭാഗം 2020 മോഡലിൽ ഒരുപക്ഷെ 2020-യുടെ ഭാഗമായി മാറിയെന്ന് വരാം. കേരളത്തിൽ ഒരു വിഭാഗം ചെറുപ്പക്കാരായ നേതാക്കളുടെ നേതൃത്വത്തിൽ, അതായത് മാത്യു കുഴനാടനെ പോലെയുള്ള ചെറുപ്പക്കാരായ രാഷ്ട്രീയ നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ ഒരു വിപ്ലവം ആരംഭിക്കുകയും 2020 മോഡൽ ഒരു രാഷ്ട്രീയം രൂപീകരിക്കപ്പെടുകയും ചെയ്യാം. ഒരുപക്ഷെ കിറ്റക് സാബുവും 2020-യും മാത്യു കുഴൽനാടനുമൊക്കെ ഒരുമിച്ച് കേരള ആം ആദ്മിയായി മാറിയെന്ന് വരാം. മറുഭാഗത്ത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ CPM-ലേക്കും വളരെ പ്രധാനപ്പെട്ട പല നേതാക്കൾ BJP-യിലേക്കും പോവാം. മുസ്ലിം ലീഗ് തീർച്ചയായും LDF-ന്റെ ഭാഗമാകാം. അങ്ങനെ വലിയ മാറ്റങ്ങൾക്ക് കളമൊരുങ്ങുകയാണ്. ആ സമയത്ത് കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷ പാർട്ടിയായി മാറേണ്ടത് BJP-യാണ്. BJP-ക്ക് ഇപ്പോൾ തന്നെ കാര്യമായ അടിത്തറയുണ്ട്. 5-6 മണ്ഡലങ്ങളിൽ നല്ല സ്വാധീനമുണ്ട്. ഇങ്ങനെ കോൺഗ്രസ് ഛിന്നഭിന്നമാകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിലെ പല ഹിന്ദു നേതാക്കളും, അതൊരു പക്ഷേ K. മുരളീധരനാകാം, K. സുധാകരനാവാം, രമേശ് ചെന്നിത്തലയാകാം, എന്തിനേറെ KC വേണുഗോപാൽ പോലും ആവാം, അവരൊക്കെ BJP-യിലേക്ക് വരുന്ന ഒരു സാഹചര്യം, അതായത് കോൺഗ്രസിലെ മുഖ്യധാര നേതാക്കന്മാരെല്ലാം BJP-യിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈ സാഹചര്യം മുൻകൂട്ടി കണ്ടാണ് ഇപ്പോൾ BJP-യിലേക്ക് കോൺഗ്രസ് നേതാക്കളിൽ ഒരു വിഭാഗം എത്തിക്കൊണ്ടിരിക്കുന്നത്. 2 തരത്തിൽ വേണം നമ്മൾ ഈ നേതാക്കളെ സമീപിക്കാൻ. ഒന്ന്, ദേശീയ നേതൃത്വം മുൻകൈ എടുത്തു കൊണ്ടുവരുന്ന അനിൽ ആന്റണിയെ പോലുള്ളവർ. അനിൽ ആന്റണിക്ക് വേണ്ടി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ എത്തുന്നു എന്നത് തന്നെ കേന്ദ്ര നേതൃത്വം അനിൽ ആന്റണിയോട് എത്രമാത്രം താല്പര്യം കാട്ടുന്നു എന്നതിൻ്റെ സൂചനയാണ്. അവർക്ക് കൃത്യമായൊരു അജണ്ടയുണ്ട്. അനിൽ ആന്റണി വ്യക്തി എന്ന നിലയിൽ വോട്ട് പിടിക്കുന്നത് കൊണ്ടോ ജയിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. അനിൽ ആന്റണി കേന്ദ്ര BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പോസ്റ്റർ ബോയിയാണ്. അതൊരു തന്ത്രപരമായ നീക്കമാണ്. മറ്റൊന്ന്, പ്രൊഫഷണലുകളും ജനപിന്തുണയുള്ള നേതാക്കളുമായ ചിലർ എത്തുന്നതാണ്. പൂഞ്ഞാറിലെ PC ജോർജും IPS-കാരനായ ജേക്കബ് തോമസും സിനിമക്കാരായ മേജർ രവിയും ഒക്കെ എത്തപ്പെട്ടത് അങ്ങനെയാണ്. അവരൊരു മാറ്റത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായി വന്നു ചേർന്നവരാണ്. എന്നാൽ സംസ്ഥാന നേതൃത്വം മുൻകൈ എടുത്തു കൊണ്ടുവരുന്ന ചില നേതാക്കളുണ്ട്. രാമൻ നായർ മുതൽ പത്മിനി തോമസ് വരെയുള്ള നേതാക്കന്മാർ വലിയ ഹൈപ്പ് അവരുണ്ടാക്കുന്നു. നാളെ ഇവിടെ സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്നു, തിരുവനന്തപുരത്തെ പ്രമുഖ നേതാക്കൾ BJP-യിലേക്ക് എത്തുന്നു എന്ന വാർത്തയൊക്കെ പരക്കുന്നു. ഒരുപക്ഷെ VS ശിവകുമാർ ആയിരിക്കും അങ്ങനെ എത്തുന്നത് എന്നായിരുന്നു ചർച്ച. ഒടുവിലെത്തിയപ്പോൾ ഒരു തമ്പാനൂർ സതീഷും പത്മിനി തോമസുമാണ്. തമ്പാനൂർ സതീഷും പത്മിനി തോമസിനെയും പോലെ BJP-യിലേക്ക് ചേക്കേറാൻ അവസരം കാത്തുകിടക്കുന്ന അനേകം പേരുണ്ട്. അവർക്ക് കോൺഗ്രസിന്റെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ പദവി കിട്ടാൻ ശ്രമിക്കുകയും ചിലതൊക്കെ കിട്ടി സന്തോഷിക്കുകയും, എന്നാൽ അത് പോരാ, ഇനിയൊന്നും കിട്ടില്ലെന്ന് ബോധ്യമായതോടെ പുതിയ അവസരം തേടിപ്പോയവരാണ്. എന്തിനേറെ പത്മജ വേണുഗോപാലിനെ പോലും അങ്ങനെയേ കാണാൻ കഴിയൂ. കരുണാകരന്റെ മകൾ എന്നതിനപ്പുറത്തേക്ക് വലിയ നേതൃഗുണമോ അണികളുടെ പിന്തുണയോ ഇല്ലാത്ത പത്മജയ്ക്ക് ഒരു ലോക്സഭയിലും 2 നിയമസഭയിലും, അതും കോൺഗ്രസിന് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അവസരം കൊടുത്തതാണ്. KTDC-യുടെ ചെയർപേഴ്സൺ ആക്കിയതാണ് എന്നത് മറക്കരുത്. കോൺഗ്രസിന്റെ നല്ല കാലം അവസാനിച്ചപ്പോൾ ഇനിയും അധികാരമോഹം ബാക്കിയായതുകൊണ്ടാണ് അവർ BJP-യിലേക്ക് ചേക്കേറിയത്. റിട്ടയർ ചെയ്യുന്നത് വരെ സർക്കാർ ഉദ്യോഗത്തിൽ തുടരുകയും ആ കാലത്ത് കോൺഗ്രസിനോട് ചേർന്ന് നിന്ന് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പദവിയിൽ കൊടിവെച്ച കാറിൽ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്ത പത്മിനി തോമസിന് നിയമസഭയിലേക്കും കോർപ്പറേഷനിലേക്കുമൊക്കെ മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. തോൽക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല. ഇനി കോൺഗ്രസിനൊപ്പം നിന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് പത്മിനി BJP-യിലേക്ക് എടുത്തു ചാടിയിരിക്കുന്നു. ഇങ്ങനെ കോൺഗ്രസിന് തന്നെ വേണ്ടാത്ത ബാധ്യതയായ പത്മിനി തോമസും തമ്പാനൂർ സതീഷും
പത്മജ വേണുഗോപാലും ഒന്നുമല്ല BJP-യിലേക്ക് വരേണ്ടത്. ഇവരൊക്കെ ഇപ്പോൾ BJP-യിൽ വന്നടിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബദൽ രാഷ്ട്രീയ പാർട്ടിയായി കേരളത്തിൽ BJP മാറണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ BJP പ്രവർത്തകർ നിരാശരാവും. PC ജോർജിനെ പോലെ ജനപിന്തുണയുള്ളവർ എത്തുന്നത് കൊണ്ടോ AK ആന്റണിയുടെ മകൻ ഡൽഹിയിലെ നീക്കത്തിന്റെ ഭാഗമായി എത്തുന്നത് കൊണ്ടോ ഒന്നും BJP-ക്കാർക്ക് കുഴപ്പമില്ല. എന്നാൽ കോൺഗ്രസിൽ വേണ്ടാത്ത, ഭാവിയില്ലാത്ത ഇത്തരം നേതാക്കന്മാർ BJP-യിലേക്ക് എത്തുമ്പോൾ നല്ല നേതാക്കൾക്ക് BJP-യിലേക്ക് എത്താനുള്ള വാതിൽ അടയപ്പെടുകയാണ്. ദയവായി കേരളത്തിലെ BJP-ക്കാർ ആർക്കും വേണ്ടാത്ത കോൺഗ്രസ്സുകാരെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവരുന്ന പരിപാടി അവസാനിപ്പിക്കണം. ഇതൊരു സ്വാഭാവികമായ പ്രക്രിയയാണ്. രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് വന്ന് മത്സരിക്കുമ്പോഴാണ് ആളുകൾ അദ്ദേഹത്തിന്റെ മഹത്വം തിരിച്ചറിയുന്നത്. ശശി തരൂരിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്ന അമിതമായ ആത്മവിശ്വാസത്തെ തുടർന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് രാജീവ് ചന്ദ്രശേഖരൻ മാസ്റ്റർ എൻട്രി ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിലാണ് മത്സരം എന്ന പ്രതീതി ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. തരൂരിന് ഒത്ത എതിരാളിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് കോൺഗ്രസ്സുകാരും BJP-ക്കാരും സമ്മതിക്കുന്ന അവസ്ഥ സംജാതമായിരിക്കുന്നു. രാജീവിനെ പോലെ ദിശാബോധമുള്ള, നേതൃശേഷിയുള്ളവർ നയിക്കുന്ന BJP കേരളത്തിൽ ഒരു ബദൽ ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് ജനം തിരിച്ചറിയുമ്പോൾ, ആ സാധ്യത വളർത്തുന്നതിനുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ പാഴ് നേതാക്കൾ എന്തിനാണ് കേരള BJP സ്വീകരിക്കുന്നത്? അതുകൊണ്ട് തൽക്കാലം കോൺഗ്രസിലെയും CPM-ലെയും ഈ പാഴ് നേതാക്കളെ സ്വീകരിക്കുന്ന പരിപാടി BJP നിർത്തിവെക്കണം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയെങ്കിലും, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പൊട്ടലും ചീറ്റലും ഉണ്ടാവുകയും ജനപിന്തുണയുള്ള നേതാക്കൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങുകയും ചെയ്യും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളപ്പോൾ ഈ പുതിയ നേതാക്കൾക്ക് ഇവിടെ അവസരമില്ലാതാവുകയും പാഴ് നേതാക്കളെ നിറച്ച് BJP പ്രവർത്തകരുടെ മനോവീര്യം ഇല്ലാതാക്കുകയും ചെയ്യുന്നത് അവസാനിപ്പിക്കണം. അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം അടിയന്തരമായി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും BJP-യിലേക്ക് പാഴ് നേതാക്കൾ എത്തുന്നതിന് ഒരു സ്റ്റേ ഏർപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.